മുന്നേക്ക് മൂവ്മെന്റ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ കന്തൽ മണിയമ്പാറയിലെ ഒരു ഉപദേശകൻ എന്ന നിലയിൽ നമ്മളേവരെയും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഹീർ മാക്രമൂല, പ്ലീസ് കം ടു ദി സ്റ്റേജ്. സഹീർ മാക്രമൂല. ഈ പരിപാടിയിലെ മറ്റൊരു സ്പോൺസറാണ് ഹയ ഹാർബേർഡ്. നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അൻസാർ അൻസാർ മോഹനോ നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷണിക്കപ്പെടുന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ അന്തുച്ച ഓണിവാഗിൽ ഈ പരിപാടിയിൽ മോഹനോ നൽകുന്നതിന് വേണ്ടിയിട്ട് അന്തു ഓണിവാഗിൽ അവരുടെ സ്നേഹത്തോട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഒരു പരിപാടിയിലേക്ക് ഷാർജയിൽ നിന്ന് തന്നെ വളരെ സ്നേഹത്തോട് പറഞ്ഞ അന്തുജാണ് നമ്മുടെ അൻസാർ എച്ചിനുള്ള സമ്മാനം വിതരണം ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ പരിപാടിയുമായി സഹകരിച്ചതിന് രണ്ടുപേർക്കും നന്ദി അറിയിക്കുകയാണ്. പ്ലീസ് കം ടു ദി സ്റ്റേജ്. വിതരണം ചെയ്യുന്നുണ്ട്. യൂസഫ് കെ എം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ട്രോഫി മൊമെന്റ് നൽകുന്നതിന് വേണ്ടി യൂസഫ് കെ എം സ്റ്റേജിൽ വരണമെന്ന് അപേക്ഷിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് പ്രവാസത്തിന്റെ മണ്ണിൽ അബുദാബിയിൽ വന്നാൽ മാർബ എന്നുള്ളത് കന്തൽ മണിയമ്പാറക്കാരുടെ ഒരു കൂട്ടായ സംഘമായിരുന്നു. ആ ഒരു മാർബയിൽ നിന്നും അതിന്റെ പേര് SS ഉയർത്തിക്കൊണ്ട് അവിടെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രിയപ്പെട്ട PM അദ്രയെ ഞങ്ങൾ 25 വർഷം പൂർത്തീകരിച്ചു. പ്രവാസ മണ്ണിന്റെ അവാർഡാണ് അത് നൽകപ്പെടുന്നതിനോട്ട് KM യൂസഫ് അദ്ദേഹത്തെ വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. അതോടൊപ്പം പ്രവാസ ഫണ്ടിൽ അതേ മാർബയിൽ മറ്റൊരു മുഖമാണ് മുഹമ്മദ് അലി മായിൻ. അദ്ദേഹം കൂടി 25 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗായകനും ഞങ്ങളുടെ പഴയ ഒരു ദഫുകാരന്റെ KM ഹുസൈൻ ആർ സാഹിബ് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മകനുമായ KM അസീസിനെ വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി അതേപോലെ 25 വർഷം പൂർത്തിയാക്കി 2 പേരാണ് ബാക്കിയുള്ളത്. അത് ഞങ്ങൾ അഡ്വൈസറി ബോർഡും കൂടിയ അംഗമായ K അബ്ദുറഹ്മാൻ. അദ്ദേഹം ഈ പരിപാടിയിൽ 2ാമത്തെ അവാർഡ് കൂടി കരസ്ഥമാക്കുകയാണ്. അബ്ദുറഹ്മാൻ ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഉദ്ഘാടകൻ കൂടിയായ പ്രിയപ്പെട്ട അബ്ദുള്ള ഓണിവാഗിൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. 2 പേരും ഈ പരിപാടിയിലേക്ക് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് അബ്ദുറഹ്മാൻ കെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ
അഡ്വൈസർ ബോർഡ് അംഗം കൂടിയായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയ നിലയിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ഈ പരിപാടി ഇത്രത്തോളം വിജയമാക്കുന്നതിന് അഹോരാത്രം പ്രവർത്തിച്ച ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യം പാട്ടുകാരനും ഗായകനും എല്ലാമായ അസീസ് പെർദണ, അദ്ദേഹമാണ് 25 വർഷം നമ്മുടെ ഈ പ്രവാസ ലോകത്ത് പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് ഏറ്റുവാങ്ങുവാനും അദ്ദേഹത്തിന് അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടിലെ മറ്റൊരു പുതിയ ആപ്പിൾ ഞങ്ങൾ ഈ പരിപാടി സാന്നിധ്യമായ അമിത് ചള്ളങ്കായം അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അസീസ് ബർദനക്ക് നമ്മുടെ അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് അമിത് ചള്ളങ്കായത്തെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതോട് കൂടിയിട്ട് ഈ പ്രവാസത്തിന്റെ മണ്ണിൽ 25 വർഷം പൂർത്തീകരിച്ച ഇനി ഒരുപാട് ആളുകളുണ്ട് എന്ന് തീർച്ചയാണ്. അവർ പേര് വരാൻ ചിലപ്പോൾ എത്തപ്പെടാൻ സാധ്യമല്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആളുകൾക്ക് മാത്രമാണ് പ്രിയപ്പെട്ട മൊമെന്റോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടികൾ മുഴുവൻ ആളുകളെയും ആദരിക്കാനുള്ള ഉണ്ടാവട്ടെ എന്ന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2 വ്യത്യസ്തമായ ആളുകൾക്ക് നമ്മൾ ഇവിടെ ഒരു മൊമെന്റ് നൽകുകയാണ്. കാരണം നമ്മൾ ഈ പ്രവാസത്തിന്റെ മണ്ണിൽ വരുന്ന ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ ഒരാൾ വ്യക്തി നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രതീക്ഷയാണ്. നമ്മൾ എങ്ങനെ ഇവിടെ ജോലി നേടും, ആര് നമ്മളെ സഹായിക്കും എന്നൊരു പ്രതീക്ഷയോടെ കൂടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നു, ഇനി സാധിക്കാതിരിക്കട്ടെ എങ്കിലും നമ്മൾ കഴിവിന്റെ പരമാവധി ഓരോ ആളുകളും അവർക്ക് ജോലി നേടിക്കൊടുക്കാൻ നമ്മൾ നല്ല വാക്ക് കൊണ്ടെങ്കിലും നമ്മൾ സാന്നിധ്യം അറിയിക്കണം, സഹായമാകണമെന്ന് വിനയത്തോട് അപേക്ഷിക്കുകയാണ്. നമ്മൾ ഒരുപാട് ആളുകൾ ജോലി വരുമ്പോൾ നമ്മൾ അവരുമായി ബന്ധപ്പെടും, അവർ നിത്യജീവിതങ്ങൾ അവർ നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവർക്കൊരു മറുപടി കൊടുക്കാനും അല്ലെങ്കിൽ ഇന്ന ആളുമായി ബന്ധപ്പെടും എന്ന് പറയാനും കൂടെ നമ്മൾ മനസ്ഥിതി കാണിക്കണമെന്ന് ഓർത്തുകയാണ്. അത്രയും ഒരു ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ കെയർ ഓഫിൽ ജോലി ലഭിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ 2 വിശിഷ്ട വ്യക്തികൾക്ക് പോലും അത് അറിയില്ലായിരുന്നു ഞങ്ങൾ ഈ സമ്മാനത്തിന് അർഹത അല്ലെങ്കിൽ ഈ ഒരു അവാർഡിന് ഞങ്ങളൊരു ആദരവിന് അർഹത നേടിയിട്ടുണ്ട് എന്ന സത്യം അവർക്ക് പോലും അറിയാതെ അഡ്വൈസർ ബോർഡും ഞങ്ങളുടെ കമ്മിറ്റിയും തീരെടുത്തെടുത്ത ഒരു തീരുമാനമാണ്. പക്ഷെ അതിൽ ആരെങ്കിലും പെടാതെയോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടികൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും, നമുക്ക് അടുത്തതിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പരിപാടി നമ്മൾ ഈ നാടിന്റെ ജോലി നേടി തന്ന ഒരുപാട് ആളുകൾക്ക് ജോലി നൽകപ്പെട്ട 2 വിശിഷ്ട വ്യക്തികൾ ആരായിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് പോലും ഒരുപക്ഷെ ഇതുണ്ടാവില്ല. ഇത് അഡ്വൈസർ ബോർഡിനും കമ്മിറ്റിയും മാത്രം എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. അത് ഏറ്റവും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലെ 2 യുവ സുഹൃത്തുക്കളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഒന്ന് ഞങ്ങളെ നിസാം DK, വളരെ ഒരുപാട് ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ ഈ അടുത്ത് ഞാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസം പോലും ഞാനൊരു ആവശ്യമായ ഒന്ന് ദുബായിൽ ക്ഷണിച്ച പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് പോയിക്കൊണ്ട് ആ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പോലും മനസ്ഥിതി കാണിച്ചിട്ടുണ്ട്. അവർക്ക് പോലും അറിയില്ല ഞാൻ ഈ ഒരു അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ട നിസാം അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം പ്രവാസത്തിന്റെ മണ്ണിലേക്ക് ഒരു ചെറുപ്രായക്കാരൻ കടന്നു വന്നുകൊണ്ട് ഒരുപാട് ആളുകളെ അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് തന്നെ ആളുകളെ കയറ്റുകയും അതിന്റെ തൽഫലമായിട്ട് ഒരുപാട് ആളുകൾ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്ത ആരായിട്ടുണ്ടാവും? നിങ്ങൾക്ക് ഏകദേശം ഒരു സംശയം ഉണ്ടാവില്ല. അബ്ദുറഹ്മാൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടും നിങ്ങളെ ഈ പ്രവർത്തനം ഇനിയും തുടരുകയും ഒരുപാട് ആളുകൾക്ക് അന്നം തേടി വരുന്നവർക്ക് നിങ്ങളെ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പറയാനുണ്ടാവില്ല ഇത്തരം ആളുകൾക്ക് ജോലി നേടാനും? ഇൻഷാ അല്ലാഹ് മേലും നിങ്ങളെ പ്രവർത്തനങ്ങൾ തുടരുന്ന ഒരു സമ്മാനത്തിന് അവാർഡിന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് അവാർഡ് കിട്ടുന്ന കാര്യം പോലും അഡ്വൈസർ ബോർഡ് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം ഒരുപാട് ആളുകൾ നിങ്ങളെ കരങ്ങളെ കൊണ്ട് ജോലിയിൽ പ്രവേശിക്കുകയും അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന സന്തോഷം കൊണ്ടാണ് ഈ സമ്മാനം നമുക്ക് കൊടുക്കുന്നത്. നമ്മുടെ പ്രവാസ ലോകത്തിന്റെ എല്ലാവരുടെ കൈയടിച്ചുകൊണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ജാഗരൂകരായി ഇടപെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഇവർക്ക് 2 പേർക്ക് പ്രിയപ്പെട്ട നിസാം അദ്ദേഹത്തിന് നിസാം DK നിസാം അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകുന്നത് പ്രിയപ്പെട്ട AM മുഹമ്മദ് കുഞ്ഞി അവരുടെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. AM മുഹമ്മദ് കുഞ്ഞി.
അല്ല, അടുത്തതായി അബ്ദുറിനുള്ള അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഞങ്ങൾ ഈ പ്രവാസ മണ്ണിൽ മാർബയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ശബ്ദം കൊണ്ട് വളരെ അലങ്കരമാക്കുന്ന ഗ്രൂപ്പുകളൊക്കെ സജീവ സാന്നിധ്യമാക്കുന്ന നിസാർ പാറയെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമ്മളെ ഒരു ജോലിക്കാരന് ഒരുപാട് ആളുകൾക്ക് ജോലി നൽകിപ്പോയ ഒരാൾക്ക് അവാർഡ് കൊടുക്കാൻ നിസാറിനെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഒരു ആശംസ ഞങ്ങൾ ഈ പരിപാടിയുടെ ഇത്തരം സജീവ നാട്ടിൽ ബുക്കടിക്കും എല്ലാ പരിപാടിക്കും റാസി നാട്ടിൽ പോയിട്ട് ആ പരിപാടി ഒന്ന് ഉഷാറാക്കുന്നതിനോട് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടമാണ്. അത് റാസിയുടെ ആശംസ കൂടി നിങ്ങൾ കേൾക്കണമെന്ന് വളരെ വിനത്തോടെ അപേക്ഷിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു ഒരു ഒത്തുകൂടൽ, ഒരു ഒത്തുചേരൽ. അങ്ങനെ നമ്മളെ കൊണ്ടും ആദ്യമായ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇവിടെ സാധിച്ചു. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല സഹകരണങ്ങളോടുകൂടി ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ നമ്മളെ കൊണ്ട് സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ. കൂടുതലായൊന്നും പറയാതെ ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ഈ വിശിഷ്ട വ്യക്തി അദ്ദേഹം പറഞ്ഞിരുന്നത് അവസാനമായിട്ട് എന്തെങ്കിലും വാക്ക് പറയാം, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസാനത്തിലേക്ക് വെച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിശിഷ്ടാതിഥിയായിട്ട് ക്ഷണിച്ച ഈ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യസമിതിയുടെ ട്രഷററും നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ഇത്രയും ഒരു കളം വരുത്തിയ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഹാരിസ് PM അദ്ദേഹത്തെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധികമൊന്നും നീട്ടി പറയുന്നില്ല. ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പങ്കെടുത്ത സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിച്ചുവിട്ടതായി അറിയിച്ചുകൊള്ളുന്നു.